അപ്പോൾ ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോ എത്തിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് 1000 രൂപയ്ക്ക് ഒരു കപ്പിൾ ട്രിപ്പ് പിടിച്ചാലോ? അപ്പം പോരെ. അപ്പോൾ എന്താ നേരെ ഞങ്ങളെ കണ്ണം കൊണ്ടുവന്ന് കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. നമ്മുടെ കായംകുളം റെയിൽവേ സ്റ്റേഷന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്റ്റേഷൻ ആകെ മൊത്തം വേറെ ലെവലാവും. ഓൾറെഡി നമ്മുടെ കായംകുളം സ്റ്റേഷൻ പൊളിയാണ്. നമ്മുടെ ഈ യാത്രയുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ടിക്കറ്റ് എടുത്ത് എറണാകുളം എത്തണം. 10:25 നമുക്ക് എറണാകുളത്ത് നിന്ന് ട്രെയിൻ വരുന്നത്. നമ്മൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ല. നമ്മൾ നേരെ പോകാൻ പോകുന്നതെന്ന് ലോക അത്ഭുതങ്ങളിൽ ഒന്നായ തഞ്ചാവൂർ ടെമ്പിൾ കാണാനാണ്. പൊന്നിയിൻ സെൽവൻ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിയാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരെ വെച്ചങ്ങ് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ നാട്ടെ കായംകുളം സ്റ്റേഷനിൽ നിന്ന് ജനറൽ ടിക്കറ്റ് എടുത്ത് ജനറൽ കോച്ചിലേക്ക് കയറി. അപ്പോഴാണ് ഈ ഒരാളെ കണ്ടത്, സുഹിത്തേട്ടൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടെന്ന് പറഞ്ഞൂടാ. ഈ സുഹിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അങ്ങനെ പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ചു. വളരെ നല്ലൊരു മനുഷ്യൻ. അങ്ങനെ നമ്മൾ എറണാകുളത്തെത്തി നേരെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഈ പോകുന്നത്. അങ്ങനെ അവിടുന്ന് പോയി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് ഏകദേശം 120 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. രണ്ടുപേർക്കൂടെ 340 രൂപ. ഈ സാധനത്തിനെ കൊണ്ട് നമ്മൾ പോവാണ് ഗൈസ് തഞ്ചാവൂർക്ക്. നമ്മൾ ലോക്കൽ ജനറൽ ടിക്കറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരുമെന്ന് നമുക്ക് ചോദിക്കാം ടിറ്റിആറിൻ്റെ അടുത്തേ. നമ്മൾ ടിറ്റിആറിനെ കണ്ടെത്തി, പക്ഷേ റിസർവേഷൻ കിട്ടില്ല ഗൈസ്. മൊത്തത്തിൽ ഫില്ലാണെന്നാണ് ടിറ്റിആർ പറഞ്ഞത്. അപ്പോൾ ടിറ്റിആർ പറഞ്ഞത് ഫ്രണ്ട് റോ മൊത്തം ഫ്രീ ആയിട്ട് കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം. റിസർവേഷൻ കിട്ടത്തില്ല. നമുക്ക് അങ്ങനെ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടത്തില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ ഞങ്ങളുടെ കോച്ചിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. കോച്ച് മൊത്തത്തിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നു. രക്ഷപ്പെട്ടു. എറണാകുളത്ത് നിന്ന് കറക്റ്റ് 10:25 തന്നെ നമ്മൾ ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ട്രെയിൻ എടുത്ത് പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്പേസ് കാര്യമായിട്ട് കിടക്കുന്നുണ്ടത്. അപ്പോഴേ നമ്മുടെ പാർട്ട്ണർ കയറി അവിടുത്തെ സീറ്റ് അങ്ങ് പിടിച്ചു. അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന വഴിയാണ് ആരെങ്കിലും കയറി തിരക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അവിടെ ഇരുന്നപ്പോഴാണ് താഴെ കുറച്ച് തമിഴ് ഫാമിലി കിട്ടിയത്. ഞാൻ കുറച്ചു നേരം പിന്നെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കഥകളൊക്കെ പറഞ്ഞിട്ട് നേരെ മുകളിലേക്ക്. അങ്ങനെ വേണ്ട മുകളിലേക്ക് ചാടി കയറിയ പാടെ തന്നെ ഞാനും കിടന്നു. ഇനി കുറച്ച് റെസ്റ്റ് ആവാം. പാണ്ടി എന്നും പാണ്ടി തന്നെ. മുന്നോട്ട് പോയപ്പോഴാണ് ഗൈസ് നമുക്ക് വിശപ്പിന്റെ വിളി വന്നത്. പിന്നെ നോക്കിയില്ല, ഒരു ബിരിയാണി മേടിച്ച് അങ്ങ് കഴിക്കാൻ കഴിച്ചു. സോറി ഗൈസ്, 2 ബിരിയാണി. അങ്ങനെ 2 ബിരിയാണിയും മേടിച്ച് നേരെ കഴിപ്പങ്ങ് തുടങ്ങി. ട്രെയിൻ ബിരിയാണി ആയതുകൊണ്ട് അത്രയും പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ രാവിലെ 9:30 കൂടി നമ്മൾ തഞ്ചാവൂർ ജംഗ്ഷനിലെത്തി. അങ്ങനെ തഞ്ചാവൂർ ജംഗ്ഷനിലെത്തി നേരെ വെളിയിലോട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക്. പിന്നെ നോക്കിയില്ല, ചാടി അങ്ങ് ഇറങ്ങി ഞങ്ങൾ നേരെ മുന്നോട്ട്. എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിൽ ഞങ്ങൾ മെല്ലെ മന്ദം നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് തഞ്ചാവൂർ നെയ്ത് ഈ വലിയൊരു ബോർഡ് കണ്ടത്. അങ്ങനെ ആ ബോർഡും കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പിന്നെ പല്ല് തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പല്ലും തേച്ച് ക്ലോസപ്പിന്റെ ഒരു പരസ്യവും കാണിച്ച് കുളിക്കാനൊക്കെയുള്ള സൗകര്യം അമ്പലത്തിനടുത്ത് തന്നെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പിന്നെ അതൊക്കെ ഇന്ന് അവിടെ ചെന്നിട്ട് നടത്താമെന്നുള്ള രീതിയിൽ മുഖമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് ഇങ്ങനെ റിലാക്സ് ചെയ്ത് നിന്നപ്പോഴാണ് നമ്മുടെ പാർട്ട്ണർ പോയി ഒരു ചൂട് ചായ മേടിച്ചുകൊണ്ട് വന്നത്. ഇനിയിപ്പോൾ ചൂട് ചായ കുടിച്ചിട്ടാകും ബാക്കി വീഡിയോയുടെ തീരെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.